നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. തുടക്കത്തിലെ 4 വിക്കറ്റുകൾ നഷ്ടമായി. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. CPIMനെതിരെ മാധ്യമങ്ങൾ അപവാദ പ്രചരണം നടത്തുന്നു. കൊട്ടേഷൻകാരുടെ പാർട്ടിയാണ് എന്ന പ്രചരണം അപലപനീയം. PJ രാജൻ, M ഷാജർ എന്നിവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും വിമർശനം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സൊസൈറ്റി പ്രസിഡന്റിനെതിരെ കുറിപ്പെഴുതി ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. ആത്മഹത്യാക്കുറിപ്പ് ചെമ്പഴന്തി കാർഷിക ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ജയകുമാറിനെതിരെ. ചെമ്പഴന്തി സ്വദേശി ജയകുമാർ ആത്മഹത്യ ചെയ്തത് ജയകുമാർ പണം തട്ടിയെടുത്തതിൽ മനംനൊന്ത്. മൃതദേഹവുമായി പ്രതിഷേധം അന്വേഷിക്കാമെന്ന് RTO. കരുവന്നൂരിലെ ED നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. വാർത്തകൾക്കപ്പുറം ED നടപടിയെക്കുറിച്ച് അറിയില്ലെന്ന് MM വർഗീസ്. BJPയെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തി JDU. ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നും പിന്നാക്ക സംവരണം വർദ്ധിപ്പിക്കണമെന്നും JDU. കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാനും JDU നീക്കം. സർവകലാശാലകളിൽ സംഘപരിവാറുകാർക്കെതിരെ VC-മാരായി നിയമിക്കാൻ ഗവർണറുടെ നീക്കം. നിയമപരമായി നേരിടുമെന്ന് മന്ത്രി R. ബിന്ദു. താൻ നിറവേറ്റുന്നത് ഉത്തരവാദിത്വമെന്ന് ഗവർണറുടെ മറുപടി. കോഴിക്കോട് 3.5 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളികൾ പിടിയിൽ. പിടിയിലായത് ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് സലീം, പശ്ചിമ ബംഗാൾ സ്വദേശി ഹബീബുള്ള ഷെയ്ഖ് എന്നിവർ. കോഴിക്കോട് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് മുള്ളമ്പത്ത് സ്വദേശി VP ഷിജു ആണ് മരിച്ചത്. 5 ദിവസത്തോളമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടുക്കി മൂന്നാറിൽ ജീപ്പ് മറിഞ്ഞ ഒരു മരണം. ഡ്രൈവർ മുനിയാണ്ടിയാണ് മരിച്ചത്. മൂന്നാർ പെരിയവരയ്ക്ക് സമീപം ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 3 SFI വിദ്യാർത്ഥികളെ ഒരു കൂട്ടം യുവാക്കൾ മർദ്ദിച്ച സംഭവത്തിൽ 1-ാം പ്രതി അറസ്റ്റിൽ. നാടുകാണി സ്വദേശി അഭിഷേകാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം. കൊല്ലം തെന്മല ചെറുക്കടവിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ചെറുക്കടവ് സ്വദേശിനി സുരാജയ്ക്കാണ് മർദ്ദനമേറ്റത്. ഇസാഫിന്റെ മൈക്രോ ലോൺ അടവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. തൃശൂർ മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ദില്ലിക്ക് പിന്നാലെ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂരയും തകർന്നു. ശക്തമായ മഴയിലാണ് മേൽക്കൂര തകർന്നത്.
ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയതിനെതിരായ വലതുപക്ഷ അധ്യാപക സംഘടനകളുടെ സമരം പൊളിഞ്ഞു. ബഹിഷ്കരണം തള്ളി ക്ലസ്റ്റർ പരിശീലനത്തിനെത്തി ഭൂരിപക്ഷം അധ്യാപകരും. പരിശീലനത്തിനെത്തിയത് 80% അധ്യാപകർ. ഇബുൾജെറ്റ് യൂട്യൂബ് ബ്ലോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പാലക്കാട് ചെർപ്പുളശ്ശേരി ആലിക്കുളത്തിൽ വെച്ചാണ് സംഭവം. വാഹനം എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ മേൽക്കൂര ചോർന്നതിന് പിന്നാലെ ക്ഷേത്രപാതകളും പൂർണ്ണമായും തകർന്നു. 311 കോടി ചെലവഴിച്ച് ക്ഷേത്ര കവാടത്തിലേക്ക് പുതുതായി നിർമ്മിച്ച രാംപത്ത് റോഡിൽ ഒറ്റമഴയിൽ നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടു. സംസ്ഥാനം പൊതുവിപണിയിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ. പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അനാവശ്യ വിവാദമുണ്ടാക്കി ഭീതി സൃഷ്ടിക്കരുതെന്നും ജി ആർ അനിൽ. ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ ടാങ്ക് ഒഴുക്കിൽപ്പെട്ട 5 സൈനികർക്ക് വീരമൃത്യു. ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറും 4 ജവാന്മാരുമാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ടാങ്കർ ലോറി തെന്നിമാറി. കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്താണ് സംഭവം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. CPIM-നെതിരെ മാധ്യമങ്ങൾ അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പി ജയരാജൻ, എം ഷാജർ എന്നിവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും വിമർശനം. മാനസിക വളർച്ച കുറവുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും 21 വർഷം അധിക കഠിന തടവും വിധിച്ചു. അടൂർ തണ്ണിത്തോട് സ്വദേശി സെൽവകുമാറിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. കോഴിക്കോട് നവനീതം 2023 അഖില കേരള ചെറുകഥ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണം എഴുത്തുകാരൻ അജിജേഷ് പച്ചാട് നിർവഹിച്ചു. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ജലീലിയോ, ഷാഫി പൂവത്തിങ്കൽ, എം വരുൺ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കൊച്ചി മെട്രോ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി വാട്ടർ മെട്രോയ്ക്കൊപ്പം പെയിന്റിംഗ് മത്സരവും ക്വിസ് മത്സരവും നടത്തി. മത്സരത്തിൽ 450-ലധികം കുട്ടികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. ഒറീസയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 6.200 കിലോ കഞ്ചാവുമായി 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. സിറ്റി ക്രൈം സ്ക്വാഡും കസബ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോതമംഗലത്തിന് സമീപം കുത്തുകുഴിയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി നിഖിലാണ് മരിച്ചത്. ബൈക്ക് പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നടി മീരാനന്ദൻ വിവാഹിതയായി. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് വരൻ. എറണാകുളം ജില്ലയിൽ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കാൻ നിർദ്ദേശം. ജില്ലാ വികസന സമിതി യോഗത്തിലാണ് തീരുമാനം. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ജീവനക്കാരുടെ കൂട്ടയോട്ടവും സെമിനാറും സംഘടിപ്പിച്ചു. കൂട്ടയോട്ടം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു.
സംരംഭകനും സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായി. കേരളത്തിന്റെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായ കൊച്ചി FC-യുടെ ഉടമയായി നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും. കേരളത്തിലെ ഫുട്ബോളിനെ പ്രൊഫഷണൽ തലത്തിൽ ഉയർത്തുവാനും താഴേക്കിടയിൽ ഫുട്ബോളിനെ വളർത്തുവാനും സൂപ്പർ ലീഗ് കേരളയ്ക്ക് കഴിയുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. തൃശൂർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കൃഷിഭവന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. മേപ്പാടി എരുമക്കൊല്ലി സോമനെയാണ് പുൽപ്പള്ളി SI PG ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലെ മദ്രസയിൽ നിന്ന് പഴകിയ ആട്ടിറച്ചി കഴിച്ച് പെൺകുട്ടി മരിച്ചു. ഭക്ഷ്യവിഷബാധയേറ്റ് 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴകിയ ആട്ടിറച്ചി കഴിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് ആരോപണം. ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ ടാങ്ക് അപകടം. 5 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ടാങ്കിൽ നദി കടക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് അപകടം. തമിഴ്നാട്ടിലെ വിരുദനഗർ പടക്കശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 3 പേർക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ ഒരാൾ ചികിത്സയിൽ. അപകട കാരണം വ്യക്തമല്ല. തെലങ്കാനയിലെ സൗത്ത് ഗ്ലാസ് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 മരണം. കംപ്രസർ വാതക പൊട്ടിത്തെറിയിലാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്ക്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജൂലൈ 15 മുതൽ 18 വരെ പ്ലീനം നടത്തും. സമ്പദ് വ്യവസ്ഥയിൽ സോഷ്യലിസ്റ്റ് നവീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലീനം നടക്കുക. ചൈനീസ് പ്രസിഡന്റും CPC ജനറൽ സെക്രട്ടറിയുമായ ഷീ ജിൻപിങ് ബീജിംഗിൽ നടക്കുന്ന പ്ലീനത്തിൽ കരട് കർമ്മ പദ്ധതി അവതരിപ്പിക്കും. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ മന്ത്രവാദം. മാലദ്വീപിൽ 2 മന്ത്രിമാരെ പുറത്താക്കി. പരിസ്ഥിതി മന്ത്രാലയത്തിൽ സഹമന്ത്രിയായ ഷംനാസ് സലീമും അവരുടെ മുൻ ഭർത്താവും പ്രസിഡന്റിന്റെ ഓഫീസിൽ മന്ത്രിയുമായ ആദം റമീസുമാണ് അറസ്റ്റിലായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യാതെ ലക്ഷങ്ങൾ. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കഴിഞ്ഞ മെയ് 19-ന് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പരസ്പരം ഏറ്റുമുട്ടി ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും. പരസ്പരം ഹസ്തദാനം നൽകാതെയും മുഖത്ത് നോക്കാതെയുമാണ് ചർച്ച ആരംഭിച്ചതും മുന്നോട്ടു പോയതും. നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CNS വാർത്താ ചാനലാണ് സംവാദം സംഘടിപ്പിച്ചത്. വംശാധിക്ഷേപം വേദനയും അമർഷവും ഉണ്ടാക്കിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ഏഷ്യക്കാർക്കെതിരെ പറയാറുള്ള വംശീയ അധിക്ഷേപ പദമാണ് TV ചർച്ചയിൽ വലതുപക്ഷ റിഫോം UK പാർട്ടിയുടെ നൈജൽ ഫറാജിന്റെ അനുയായി സുനക്കിനെ പരാമർശിച്ചു പറഞ്ഞത്.
സ്വദേശി പൗരന്മാരെ ജോലിക്കെടുക്കുന്നതിൽ നൽകിയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കമ്പനികൾക്ക് UAE മാനവ വിഭവശേഷി മന്ത്രാലയം നൽകിയ അർദ്ധവാർഷിക കാലാവധി ഞായറാഴ്ച അവസാനിക്കും. ഒരു വർഷം 2% വെച്ചാണ് ജീവനക്കാരായ സ്വദേശി പൗരന്മാരുടെ എണ്ണം കമ്പനികൾ വർദ്ധിപ്പിക്കേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ 7 നടക്കും. പ്രവാസി വ്യവസായിയും വെൽത്ത് ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത്. ഒമാനിലെ മാവേല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലെ ഹോൾസെയിൽ പ്രവർത്തനം ഇന്നത്തോടെ അവസാനിച്ചു. അതേസമയം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ചെറുകിട വ്യാപാരം ഇവിടെ നിലനിർത്തും. ഒമാനിലെ പുതിയ സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റ് ശനിയാഴ്ച രാവിലെ മുതൽ ബർക്കയിലെ കസീനിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതിനായുള്ള കസീൻ എക്കണോമിക് സോണിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സംസ്കൃതി ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചിത്രപ്രദർശനവും വിൽപ്പനയും ശ്രദ്ധേയമായി. ഖത്തർ പ്രവാസികളായ മലയാളി ദമ്പതികളുടെ SMA ബാധിതയായ മൽക്ക റൂഹിക്ക് മരുന്നെത്തിക്കാൻ നടത്തുന്ന സഹായ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒമാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. അഗ്രികൾച്ചർ, പ്രോസസ്ഡ് ഫുഡ്സ്, സ്പേസസ്, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ മേഖലകളിൽ നിന്നുള്ള 23 ഇന്ത്യൻ കമ്പനികൾ പങ്കെടുത്തു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ചിത്തിനിയുടെ പ്രൊമോ സോങ് പുറത്തിറങ്ങി. ചിത്രത്തിലെ നായികാവേഷം ചെയ്യുന്ന മോക്ഷയും സംഘവും അവതരിപ്പിക്കുന്ന ലേ 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 എന്ന് തുടങ്ങുന്ന ഗാനമാണ് പുറത്തിറങ്ങിയത്. രഞ്ജിൻ രാജിന്റേതാണ് സംഗീതം. നടന്ന സംഭവം സിനിമയിലെ മാറുന്ന കാലം എന്ന ഗാനം ഏറ്റെടുത്ത ആരാധകർ. സുഹേൽ കോയ വരികൾ എഴുതി അങ്കിത് മേനോനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം വിഷ്ണു നാരായണനാണ് സംവിധാനം ചെയ്യുന്നത്. പ്രേക്ഷക ശ്രദ്ധ നേടിയ മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷം സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുന്ന ചിത്രം മേനെ പ്യാർ കിയ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടു. റൊമാന്റിക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത്. നവാഗതനായ ഫൈസൽ ഫസലുദ്ദീനാണ് സംവിധാനം. ഇന്ദ്രൻസിനെയും മുരളി ഗോപിയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കനകരാജ്യത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഇന്ദ്രൻസിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷങ്ങളിലൊന്നായിരിക്കും കനകരാജ്യത്തിലേതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ജൂലൈ 5 ചിത്രം തിയേറ്ററുകളിലെത്തും. ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററുകളിലെത്തി പ്രഭാസ് ചിത്രം കൽക്കി 2898 AD. ഒറ്റ ദിവസം കൊണ്ട് നേടിയത് 191.5 കോടി രൂപയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായാണ് ഇത്രയും കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന് ലഭിക്കുന്നത് മികച്ച പ്രതികരണം. വിജയ് സേതുപതിയെ നായകനാക്കി എത്തിയ മഹാരാജ OTT റിലീസിന് ഒരുങ്ങുന്നു. വിജയ് സേതുപതിയുടെ 50ാം ചിത്രമായി എത്തിയ ചിത്രം 100 കോടി ക്ലബിലേക്ക് അടുക്കുകയാണ്. ജൂൺ 14 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. സൂര്യനായകനാകുന്ന കങ്കുവ ഒക്ടോബർ 10 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ.
റിലീസ് തീയതി പോസ്റ്ററിനൊപ്പമാണ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ എതിരാളികളെ എതിർത്ത് തോൽപ്പിച്ച് 100 സൈനികർക്ക് മുകളിൽ അജയനായി നിൽക്കുന്ന സൂര്യയാണ് പോസ്റ്ററിൽ. സൂരജ് ടോം സംവിധാനം ചെയ്ത് ചിന്നു ചാന്ദിനിയും ആനന്ദ് മധുസൂദനും പ്രധാന വേഷങ്ങളിലെത്തുന്ന വിശേഷം ജൂലൈ 19 തിയേറ്ററുകളിലെത്തും. സ്റ്റെപ്പ് 2 ഫിലിംസിന്റെ ബാനറിൽ അനി സൂരജ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങളും ടീസറും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.